എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 196 എപ്പിസോഡാണ്. ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ 46 വീഡിയോ ആണ് ഈ ഒരേ ബുക്കിൻ്റെ റിവ്യൂ ആയിട്ട് പോകുന്നത്. അപ്പം ഇന്ന് 14 അധ്യായത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിൻ ടോപ്പിക് എന്തുവാന്ന് വെച്ചാൽ ഡിവോഴ്സോ ഡൈവേഴ്സോ എന്ത് വേണമെങ്കിലും പറയാം. ഇംഗ്ലീഷിൽ വിവാഹ മോചനം, വിവാഹത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണം, അതാണ് ഡിവോഴ്സ്. ഇപ്പം ഡിവോഴ്സിനെ കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമാണ് ഡോക്ടർ ജോസഫ് മർഫി ഇതിൽ നോക്കിയിരിക്കുന്നത്, അനലൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, അതിന് പോകുംവഴി എന്തുവാ, അത് എങ്ങനെ ചെയ്യാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണോട്ടമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് എന്തുവാന്ന് നോക്കാം. ഇപ്പം ഈ വിവാഹമോചനം എന്ന് പറയുന്നത്, ഡിവോഴ്സ് അല്ലെങ്കിൽ ഡൈവോഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം. ഫസ്റ്റ് സെൻറ്റൻസ് അതാണ് തന്നിരിക്കുന്നത്. ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണല്ലോ, ആണ് എന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊരു കോമൺ റൂളായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു, കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകുന്നു, എന്തോ ഒരു കാരണവശത്താൽ അവർക്ക് ഇനി നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ, അത് ഭാര്യയ്ക്ക് തോന്നാം, ഭർത്താവിന് തോന്നാം, രണ്ടുപേർക്കുമേ തോന്നാം. അതിന് പല കാരണങ്ങളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. ഇന്നതാന്ന് ഒന്നും നമുക്ക് ലിസ്റ്റിട്ട് പറയാനൊക്കത്തില്ല. അത് ചിലപ്പം ചെറിയ ഒരു കാരണമായിരിക്കാം, ചിലപ്പം വലിയ ഒരു കാരണമായിരിക്കാം, മാനസിക രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദേഹത്തിനുള്ള അസുഖങ്ങളായിരിക്കാം, കാശിൻ്റെ പ്രശ്നം, മറ്റ് വീട്ടുകാരോട് ഫാമിലി മെമ്പേഴ്സിനോട് ഒത്തുപോകുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹം ഇല്ലാത്ത ഒരു ബന്ധമായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം വേണം, സ്നേഹത്തിനെക്കാട്ടിലും കൂടുതൽ ആ മനസ്സിൻ്റെ വികാരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, ഒരു മര്യാദ, അതില്ലാതെ പോകാം. അങ്ങനെ പല 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 കാരണങ്ങളുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ ജോലി ആ കാരണങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നതല്ല. പൊതുവേ ഇങ്ങനെ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് പോകുമ്പം അത് ഓരോ കുടുംബത്തിലും, അല്ലെങ്കിൽ ഓരോ ഈ വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞാൽ, വ്യക്തി എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആണിനും പെണ്ണിനും, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്കുള്ള ഒരു മനോവികാരമാണ്. മനോവികാരം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുണ്ട്, ഇപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും വെളിയിൽ പോയാൽ മതി, ഈ ബന്ധത്തിൽ നിന്ന് വെളിയിൽ ചാടണം, എനിക്കിനിയും പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ. ഓക്കെ, അത് അവർ രണ്ടുപേർക്കും മാത്രമേ അതിൻ്റെ സത്യമായിട്ടുള്ള ആഴത്തിലുള്ള സത്യാവസ്ഥ അറിയാവൂ. വെളിയിൽ നിന്ന് നോക്കുന്നവർക്കെല്ലാം അത് അവരെങ്ങനെ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നോ അത് വെളിയിലുള്ള വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് സ്വന്തം പെറ്റ അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, സഹോദരികളാണെങ്കിലും ശരി, അവർ രണ്ടുപേർക്കും തമ്മിലുള്ള ഒരു മനസ്സിൻ്റെ ഒരു പ്രയാസം, ഇത്രയും പ്രയാസം ഉണ്ടെങ്കിൽ അവർ എങ്ങനെ ഇതിൽ നിന്ന് വെളി വരണം എന്ന് അങ്ങനെ തുടിക്കുക. അത് അത്രയും ഫീലിംഗ് വെളി കാണുന്നവർക്ക് ആർക്കും ഇല്ല, വരാനും പോകുന്നില്ല, വരത്തുമില്ല. അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം ഇനിയൊരു കാര്യവും പറയുന്നുണ്ട്, ഡിവോഴ്സ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഇപ്പം എന്തോ തന്നെ ഭാര്യയും ഭർത്താവിനും ഇടയിൽ വഴക്കുണ്ടെങ്കിലും അന്യോന്യതയില്ല, സ്നേഹമില്ല, മര്യാദയില്ല, കാശിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ പല 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 റീസൺസ് ഉണ്ടല്ലോ. അതിന് ഡൈവേഴ്സ് അല്ലെങ്കിൽ വിവാഹ മോചനം എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ പോം വഴി. സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ പോം വഴി എന്താണെന്ന് വെച്ചാൽ, ഇക്കാലത്തെ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അതും ഒരു പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള പോലെ ആയിപ്പോയി. പക്ഷേ പണ്ടേ കാലത്തൊന്നും അങ്ങനൊന്നും ഇല്ല, അത്രയും ഇല്ല.
അപ്പോഴും ഉണ്ടായിരുന്നു, രണ്ടാമത് കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞ് 3 മാസം വേണ്ട, എനിക്ക് നിന്നോട് പറ്റില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവർ ഊതിപ്പെരുപ്പിച്ച് ഉടനെ പറ്റില്ല, എനിക്ക് ഈ ജീവിതം വേണ്ട, എനിക്ക് നിന്നോട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ നമ്മളിപ്പം കേട്ട് വരുന്നു. അതിനൊക്കെ കാരണം യങ് ഏജ്, നല്ല ഒരു മെൻ്റൽ മെച്യൂരിറ്റി ഉള്ള ഒരാണും പെണ്ണും ചേരുമ്പം, കല്യാണം എന്നുള്ള ഒരു ബന്ധത്തിൽ ചേരുമ്പം അവർ ചിന്തിക്കും, പലതും ചിന്തിക്കും. അതേസമയത്ത് ഈ കൊച്ചു പിള്ളേർക്ക് ഇപ്പം തൻ്റെ ഇടം സാമർഥ്യം കൂടിപ്പോയി. അതിനെന്ന് വിചാരിച്ച് ബന്ധത്തിനെ തൂക്കിയെറിയാൻ അവർ തയ്യാറാവുന്നത് അത്രയ്ക്ക് നല്ല ഒരു കാര്യമല്ല. അതും സില്ലിയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഊതിപ്പെരുപ്പിച്ച് അതിനുവേണ്ടി കോടതിയുടെ വാതിൽക്കൽ കയറുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ശരിക്കും വലിയ ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ചെയ്യാം, അതിനല്ലേ ലോ വെച്ചിരിക്കുന്നേ. കല്യാണം കഴിക്കാനൊരു ലോ, അതിൽ നിന്ന് വേറുപെടുത്താനും ഒരു ലോ, അങ്ങനെയൊക്കെ പലതും ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്നതാണ്. ഇതുവരെ നടന്നിട്ടുമുണ്ട്, ഇപ്പം നടക്കുന്നു, ഇനി നടക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴൊക്കെ റേറ്റ് ഓഫ് ഡിവോഴ്സ് കൂടിക്കൊണ്ട് വരുന്നു. അത് അതിൽ അന്ന് ഏതിലോ ഞാൻ വായിച്ചു, ഇപ്പോഴത്തെ ജഡ്ജുകളൊക്കെ പൊതുവെ പറയുന്നത് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് യങ് ഏജിൽ, ഈ 20 വയസ്സിൽ 21 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന പിള്ളേർക്ക് ക്ഷമയേയില്ല, വാല്യൂസ് ഇല്ല, ജീവിതത്തിൽ വാല്യൂസ് ഇല്ല. വാല്യൂസ് എന്ന് വെച്ചാൽ എന്തുവാ? കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ അവൻ്റെ അമ്മയെ നോക്കണം, അച്ഛനെ നോക്കണം, അല്ലെങ്കിൽ സഹോദരിമാരടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അങ്ങനത്തെ ഒരു വിചാരമില്ല. അതുപോലെ തന്നെ ശരി, ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നു, അവൾക്ക് കുറച്ച് നാളാകും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് നാളാകും. അതുവരെ നമ്മൾ വേണം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. അവൾ നമ്മളെയൊക്കെ കുറിച്ച് പഠിക്കട്ടെ, അതുവരെ ഒരു വർഷം സമയം കൊടുക്കാം. അങ്ങനെ അവൻ്റെ വീട്ടിലും പയ്യൻ്റെ വീട്ടിലും പയ്യനും വിചാരിക്കാറില്ല, അവരുടെ വീട്ടുകാരും വിചാരിക്കാറില്ല. അങ്ങനെ പല കാരണങ്ങൾ. ഇപ്പം ഡൈവേഴ്സ് എന്ന് പറയുന്നത് യങ് ഏജിൽ കൂടി വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഇനിയൊരു ട്രെൻഡ്, ഈ 60 വയസ്സിന് മേളിയുള്ളവർക്കൊക്കെ ഇപ്പം ഡൈവേഴ്സ് വേണമെന്നാണ്. അപ്പം ജഡ്ജ് ചോദിക്കുന്നത്, ഇത്രയും വർഷം നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചില്ലയോ, ഇനി കുറച്ചുകൂടെ നാളങ്ങ് ജീവിച്ചാൽ പോരെ, ഇപ്പം എന്തിനാ കോടതി കയറി വരുന്നേ എന്നാണ് ജഡ്ജ് ചോദിക്കുന്നത്. പക്ഷേ അവർക്ക് വയ്യ. ഈ ഇടത്തരപ്പെട്ട ആൾക്കാരാണ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും പോട്ടെ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും റൂളായിട്ട് നമുക്ക് പറയാനൊക്കത്തില്ല. എല്ലാ ഏജ് ഗ്രൂപ്പിലും, എല്ലാ സമൂഹത്തിലും, എല്ലാ തട്ടുകളിലും, ഒരു സമൂഹത്തിൻ്റെ തട്ടുകളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഡൈവേഴ്സിൻ്റെ റേറ്റ് കൂടി വരുവാണ്. അതുമാത്രം നമുക്ക് കൃത്യം പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഡൈവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ഒരു പ്രോബ്ലമാണ്. അതിന് അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഇതൊരു സൊല്യൂഷൻ അല്ല. ഡൈവേഴ്സ് ചെയ്ത് പോകുന്നത്, വേർപിരിഞ്ഞ് പോകുന്നത് അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അല്ല, അതിനുള്ള ഒരു പോം വഴി അല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ അതേ സമയത്ത് ഡൈവേഴ്സിനേ പോകരുതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ആ ദുരിതം അനുഭവിക്കുന്ന ആ പെണ്ണിനായിരിക്കണം, അല്ലെങ്കിൽ ആ പയ്യനായിരിക്കണം അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ വേഗത മനസ്സിലാവുന്നത്. അതായത് എത്ര അവൾ കഷ്ടപ്പെടുന്നു അവൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഒരുത്തൻ അവൾ കാരണം, ഭാര്യ കാരണം എത്രയൊക്കെ മാനസികമായിട്ട് കഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ അവർക്ക് മാത്രമേ അറിയാവൂ. അറ്റ്ലീസ്റ്റ് പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഉടനെ അമ്മയുടെ വീട്ടിൽ പോയി പറയും, അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറയും, സഹോദരികളുടെ അടുത്ത് പറയും, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഡിസ്കഷൻ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ആണുങ്ങൾക്ക് വേറൊരു നെഗറ്റീവ് പോയിൻ്റ് ഉണ്ട്, അവരാരടുത്തും സംസാരിക്കത്തില്ല, ഇത് വെളിയിൽ പറയത്തില്ല, കൊണ്ട് നടക്കും. അതുകൊണ്ട് അവർക്കും ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കൾ കാണും,
പക്ഷേ എല്ലാ കാര്യവും അവരങ്ങനെ തുറന്ന് പറയത്തില്ല. ആണുങ്ങളുടെ രീതി അതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ടെൻഷൻ കൂടും. നമ്മൾ 4 പ്രാവശ്യം വെളി പറയുമ്പോൾ അതിൻ്റെ വീര്യം കുറയും. അതേസമയത്ത് ഈ ആണുങ്ങൾക്ക് വെളിയിലും പറയാൻ ഒക്കത്തില്ല എന്നല്ല, അവർ വെളി സ്വതേ അങ്ങനെ പറയാറില്ല എന്നാണ് എൻ്റെ വിചാരം. പെണ്ണുങ്ങളോട് നോക്കുമ്പോൾ ആണുങ്ങളങ്ങനെ എല്ലാവരുടെ അവരവരുടെ ജീവിതം ശരിയല്ല എന്ന് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കാറില്ല. അവർ മനസ്സിനകത്ത് ഉള്ളിലടക്കി വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ മനപ്രയാസം, ടെൻഷൻ കൂടുന്നു, സ്ട്രെസ്സ് കൂടുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടിടത്തോളം മനസ്സിലാക്കിയത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇതിലൊന്നും ഒരു റൂള് കോമണായിട്ട് നമുക്ക് ഒന്നും പറയാനൊക്കത്തില്ല. അതേ സമയത്ത് ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കോടതി കയറുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്വഭാവം. അതേ സമയത്ത് അങ്ങേയറ്റം ദിവസം കുടിച്ചുകൊണ്ട് വരുന്നു, ദിവസം ഭാര്യയായിട്ട് അടിക്കുന്നു, അല്ലെങ്കിൽ ചിലവിന് കാശ് കൊടുക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഒരു ഭാര്യ എത്ര വർഷം അങ്ങനത്തെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും? അത് നമുക്ക് നോക്കണം. അപ്പം ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഒരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. കൗൺസിലിങ്ങിന് വന്നതായിരിക്കും. ഭയങ്കരമായിട്ട് എന്നെ ഇട്ട് അടിക്കുന്നു. അവൻ ജയിലിൽ വരെ പോയിട്ട് വന്നവനാണ്. അവൻ എനിക്കും എൻ്റെ മക്കൾക്കും ചിലവിന് കാശ് തരാറില്ല, എന്നും അടിയാണ്. പക്ഷേ എന്നിട്ടും ആ സ്ത്രീ ഈ വിവാഹമോചനത്തിനെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. ഇങ്ങേർക്ക് തന്നെ കഷ്ടം തോന്നിയിട്ട് ഇങ്ങേര് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ പുഴുങ്ങുന്നേ? അത്രയ്ക്ക് മോശപ്പെട്ട ഒരുത്തനാണെങ്കിൽ നിങ്ങൾ അവനെ വേണ്ടാന്ന് വയ്ക്കുക. ശരിക്കും മനപ്പൊരുത്തം വേണം. മനപ്പൊരുത്തം ഇല്ലാത്തവരെ, അവൻ ഇത്രയും കെയർലെസ്സായിട്ട് അവൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും നോക്കിക്കണ്ട് ചെയ്യാതിരിക്കുന്നവരെ നിങ്ങൾ അവനെ പിന്നെ വേണ്ടാന്ന് വയ്ക്കുക എന്ന് പറഞ്ഞപ്പം അവർ പറയുക, അത് പറ്റില്ല, അത് നടക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ആ വിവാഹമോചനത്തിന് പോകുന്നത് തന്നെ ഒരു മഹാഭാവമാണല്ലോ സാർ, ഞാൻ എങ്ങനെ അതിന് പോകാനൊക്കും എന്നാൽ അവർ പറയുന്നു. ഇക്കാലത്തെ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും ഇപ്പോഴും ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേരല്ലെങ്കിൽ ഈ മിഡിൽ ഏജിലുള്ളവരൊക്കെ അടി വാങ്ങിച്ച് സഹിച്ച് നമ്മുടെ വിധി ഇത് അന്ന് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഒരുപാടുണ്ട്. അതുപോലെ ആണുങ്ങളും അങ്ങനെ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. ഓക്കെ, അതിനൊക്കെ കാരണം എന്തുവാന്ന് വെച്ചാൽ അവർക്ക് അവരെ പറഞ്ഞ് വളർത്ത രീതി അങ്ങനെ അവരുടെ മനസ്സിൽ നല്ല ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഡിവോഴ്സിനൊന്നും പോകുന്നത് നല്ലതല്ല എന്ന്. ഇദ്ദേഹം ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തു, നോക്ക്, ഈ ക്രിസ്ത്യൻസിലൊക്കെ, ഈ ഫോറിനിലൊക്കെ ക്രിസ്ത്യാനിറ്റി കൂടുതലാണല്ലോ. ക്രിസ്ത്യൻസിലൊക്കെ എങ്ങനെയാണ് കല്യാണം? ചർച്ചിൽ വെച്ചാണ് കല്യാണം. ചർച്ചിൽ വെച്ച് ഞാനും 1-2 എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചേച്ചിമാരുടെയൊക്കെ കല്യാണമൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര ഇലാബറേറ്റ് പ്രോസസ്സാണ്. 2 മണിക്കൂർ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അവർക്ക് ജസ്റ്റ് ഒരു മോതിരം മാറ്റി അല്ലെങ്കിൽ മാലയിട്ട് പോകുന്നതല്ല. അവിടെ ആ പ്രീസ്റ്റ് ആ കല്യാണത്തിനെക്കുറിച്ചൊക്കെ കുറേ അഡ്വൈസൊക്കെ കൊടുത്തിട്ട് നിനക്ക് സമ്മതമാണോ, നിങ്ങൾക്ക് സമ്മതമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും സമ്മതം എന്ന് പറഞ്ഞ പിന്നീടാണ് ഐ പ്രൊനൗൺസ് യു മാൻ ആൻഡ് വൈഫ്, അത് ഞാൻ പറയുന്നു. ഇവിടെ ഈ ചർച്ചിൽ ഈ സമയത്ത് ഇന്നത് എല്ലാവരുടെ മുന്നിലും ഞാൻ പറയുന്നു, നീ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, നിങ്ങൾ ഇവരുടെ ഭർത്താവാണ് എന്ന് ഡിക്ലെയർ ചെയ്യും. അത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഡിക്ലെയർ ചെയ്യും. അതാണ് ചർച്ചിൽ നടക്കുന്ന കല്യാണം. ക്രിസ്ത്യൻസിനൊക്കെ അങ്ങനെയാണ് മെയിനായിട്ട്. ഒരു പ്രീസ്റ്റ് നിങ്ങളെ ഭാര്യയും ഭർത്താവെന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രം ഒടുക്കം വരെ നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കണമെന്നില്ല. പരമാവധി നമ്മൾ ക്ഷമിച്ച് നോക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു
കൊടുത്ത കൊണ്ട് പിന്നെ അവർ അതുവഴി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം രണ്ടാമത് അതേ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. അപ്പം പറയുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയാൽ, അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, എന്താണോ ഇതിൽ ഒരുപാട് നൂലാമാലകളുണ്ട്. ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് 2 കൊച്ചുങ്ങളായി, അവൻ്റെ കൂടെ ഒത്തുപോകാൻ വയ്യ എന്ന് പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്യാൻ നോക്കുമ്പം ആ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും തന്നെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല. അവർക്ക് പേടി, ഇവള് 2 മക്കളെയും കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ വീട്ടിൽ തിരിച്ചു വന്ന് നിന്നാൽ ഇവരെ പോറ്റുന്നതാര്, അതുമാത്രമല്ല അവളുടെ അനിയനും അനിയത്തിയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇങ്ങനെ കല്യാണം കഴിയും. ഈ സൊസൈറ്റിയിലെ സ്റ്റിഗ്മാസ് എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു സംശയം തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറയണം. അതിൻ്റെ അടുത്ത് അഡ്വൈസ് കേൾക്കണം. അഡ്വൈസ് കേൾക്കണമെന്ന് വെച്ചാൽ, എനിക്ക് ഇത്രയും കഷ്ടപ്പാടുണ്ട്, ഞാൻ ഒരു ഡിവോഴ്സിന് പോയാൽ അത് ശരിയാണോ, അത് നാളെ എന്നെ എത്ര ദൂരം ബാധിക്കും, എൻ്റെ മക്കളെ എത്ര ദൂരം ബാധിക്കും, എൻ്റെ സൊസൈറ്റിയിൽ എത്ര ദൂരം അത് തന്നെ ഒരു ചീത്തപ്പേര് ഞാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ അവരവരുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് അഡ്വൈസ് കേൾക്കണം. അതുമാത്രമല്ല, ഇദ്ദേഹം പിന്നെ വേറെ ഒരു ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദ ഗ്രേറ്റ് മിസ്റ്റേക്ക് എന്നാണ് ഇവിടെ ഇനിയൊരു പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റ് മിസ്റ്റേക്ക് എന്തുവാണോ, പലരിടത്തും നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലത്തിനെ കൊട്ടിക്കൊഴിക്കരുത്. കാണുന്നവരുടെ അടുത്തെല്ലാം എനിക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, ഹസ്ബൻഡ് ശരിയല്ല. ആണുങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ആണുങ്ങളും പറയും. എനിക്ക് അറിഞ്ഞൂടാ. പൊതുവേ ഞാൻ കണ്ടിടത്തോളം ആണുങ്ങളങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തും സർവകാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. പക്ഷേ പെണ്ണുങ്ങളെല്ലാം അങ്ങനെയല്ല. എല്ലാവരുടെ അടുത്ത് നെയ്ബേഴ്സ് തൊട്ട് തുടങ്ങും, വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് തുടങ്ങും, അവനവൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് തുടങ്ങും. അതാണ് പറയുന്നത് ദ ഗ്രേറ്റ് മിസ്റ്റേക്ക്. വലിയ മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ മറ്റവരുടെ അടുത്തെല്ലാം പോയി നമ്മളുടെ സ്വന്തം പല്ല് കുത്തി നാറ്റിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു അഡ്വൈസ് വേണമെങ്കിൽ 2 കാര്യം ചെയ്യണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്തേ ചോദിച്ച് നോക്കണം, ഇത് ഇനി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇത് ഞാൻ ഡൈവേഴ്സിന് പോയാൽ ശരിയാണോ, പോകാമോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ച് നോക്കണം. അതൊരു കാര്യം. അല്ലെങ്കിൽ വേറൊരു കാര്യം, ഒരു കൗൺസിലറുടെ അടുത്ത് മാത്രമേ പോകാവൂ. ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ അതിന് അഡ്വൈസ് കൊടുക്കുന്ന ആൾ. ഇപ്പോൾ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു, അമ്മയ്ക്ക് ചിലപ്പം ബയസ്ഡായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അമ്മ പലതും വിചാരിക്കും, ഇവൾ ഡൈവേഴ്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് നിൽക്കും, അവൾക്ക് 2 മക്കളായി, അവളെ കുഞ്ഞുങ്ങളെ ആര് പഠിപ്പിക്കും, ഇവളുടെ അനിയത്തിയുണ്ട്, അവൾക്ക് നല്ല പയ്യന് വരുമോ, ചേച്ചി ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നു വെച്ചാൽ അനിയത്തി അങ്ങനത്തെ ടൈപ്പായിരിക്കും, അങ്ങനെയൊക്കെ പലരും പറയുന്നുണ്ട്. അതെല്ലാം സത്യമാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഇല്ലടി, ഈ കഷ്ടമോ നഷ്ടമോ നീ എങ്ങനെയോ അവൻ്റെ കൂടെ തന്നെ പോയി ജീവിക്കും എന്ന് ചിലപ്പം പറയാൻ തോന്നും. അയ്യോ എൻ്റെ മോൾ ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ, വേണ്ട നീ വന്നേരെ ഞാൻ നോക്കാം എന്ന് പറയാനുള്ള ശേഷി ആ അമ്മയ്ക്കില്ലാതിരിക്കും. അങ്ങനെ പല പല കാരണങ്ങൾ. സോ അതായത് ഒരു സെൻറ്റർ പോയിന്റിലിരുന്നുകൊണ്ട് നല്ല ഒരു അഡ്വൈസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ മാരേജ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വേണം പോകാൻ, അല്ലാതെ വേറെ ആരുടെ പോകരുത്. ഇപ്പം എനിക്കൊരു പ്രോബ്ലം വന്നു, ഞാൻ 4 ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഈ 4 ഫ്രണ്ട്സിനും വ്യത്യസ്തമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ വേറെ വേറെയാണ്. അപ്പം ഈ 4 ഫ്രണ്ട്സും എന്നെ അഡ്വൈസ് ചെയ്യുന്നത് 4 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. 2 പേര് ഡൈവേഴ്സിന് പോകുമെന്ന് പറയും, ചിലർ വേണ്ടാന്ന് പറയും, വെച്ച് അനുഭവിക്കും എന്നൊക്കെ പറയും. അപ്പം അവരുടെ അനുഭവം കൊണ്ടായിരിക്കും അവർ നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്. അത് ചിലപ്പം ശരിയാകാം, തെറ്റാകാം.
അങ്ങനെ ഉള്ളപ്പം നമ്മൾ ചെയ്യുന്ന ദ ഗ്രേറ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ പറയുന്നത് ഇദ്ദേഹം ഡോക്ടർ മർഫി. നിങ്ങൾ ഇങ്ങനെ എല്ലാവരുടെ പറഞ്ഞ് എല്ലാവരുടെയും അഡ്വൈസ് ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. നേരെ ഒരു മാരേജ് കൗൺസിലറിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളും കൂടെ കണക്കിലെടുത്തിട്ട് നമുക്ക് അതിന് ഡൈവേഴ്സിന് പോകണോ വേണ്ടേന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ, ഒരു തീരുമാനത്തിന് വരാൻ. ചിന്തിക്കുന്നതല്ല, ഒരു തീരുമാനത്തിൽ എത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ 2 കാര്യം. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അമ്മ പഠിപ്പിച്ചു, പറഞ്ഞ് പഠിപ്പിച്ചു, സൊസൈറ്റി പഠിപ്പിച്ചിട്ടുണ്ട്, ഭർത്താവിനെ വിട്ട് വെളി വരരുത്, വീട്ടിൽ നിന്ന് വെളി വരരുത്, ആ ബന്ധത്തിൽ നിന്ന് വെളി വരരുതെന്ന് പറയുന്നതിനും പല കാരണങ്ങളുണ്ട്. ഇന്ന് വരെ ഒരു പെണ്ണിനെ കൊണ്ട് സ്വന്തമായിട്ട് തനിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം. എന്തോ തന്നെ പഠിച്ചിരുന്നാലും, എന്തോ തന്നെ തൻ്റെ ഇടവും സാമർഥ്യവും എല്ലാം ഉണ്ടെങ്കിലും പല രീതിയിലും അവളെ ഹാരസ് ചെയ്യാനാണ് സൊസൈറ്റി നോക്കുന്നത്. ആൺ സമൂഹം അങ്ങനെയാണ്. ആ ഒരു പേടി ആണുങ്ങൾക്കില്ല, പക്ഷേ പെണ്ണുങ്ങൾക്ക് ഇന്നും ആ പേടിയുണ്ട്. പേടിയുണ്ടല്ല, ആ സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ. സോ ഒന്ന്, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വയ്യെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ തന്നെ ചോദിച്ചിട്ട് എന്തെങ്കിലും അതിന് ഒരു ആൻസർ കിട്ടും, അത് പ്രകാരം നടക്കുക. അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ പോയി അവരുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ശരി. രണ്ടാമത് ഇദ്ദേഹം പറയുന്നത്, ഡൈവേഴ്സ് ബിഗിൻസ് ഇൻ ദ മൈൻഡ്. അത് വളരെ കറക്റ്റാണ്. ഡൈവേഴ്സ് ബിഗിൻസ് ഇൻ ദ മൈൻഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിലൊരു ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഡ്രിഫ്റ്റിംഗ് ഇൻ ടു ഡൈവേഴ്സ്. ഈ ഡ്രിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ പതുക്കെ ഡൈവേഴ്സിനോട് അടുക്കുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അങ്ങേർക്ക് ഭാര്യയുടെ പുറത്ത് ഭയങ്കര സംശയം. ഈ സംശയരോഗം എന്ന് പറയുന്നത് അടുക്കാൻ പറ്റാത്ത ഒരു രോഗമാണ്. തീർത്താലും തീർക്കാൻ പറ്റാത്ത ഒരു രോഗമാണ് ഈ സംശയരോഗം. അപ്പോൾ അങ്ങനെ ആ ഭർത്താവിന് ഭാര്യയുടെ പുറത്ത് സംശയം, മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്തുവാന്ന് വെച്ചാൽ, ഇവള് ശരിയല്ല, ഇവള് എന്നെ വിട്ടിട്ട് ഓടിപ്പോകും, ഇവള് എന്നെ കളഞ്ഞിട്ട് പോകും, ഇവള് എന്നെ നോക്കത്തില്ല എന്ന് ഒടുക്കം വരെ അവൻ്റെ മനസ്സിൽ ആദ്യം തൊട്ടേ തോന്നിക്കൊണ്ടിരുന്നു. കുറേ നാൾ അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ സാധാരണ വഴക്കിടുമ്പോഴേ നമുക്ക് ഡൈവേഴ്സിന് പോവാം, നമ്മൾ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യാം, നമുക്ക് പോവാം, നമുക്ക് പിരിയാം അങ്ങനെ അവൻ ഇരുന്നുകൊണ്ട് ഒടുക്കം അവൻ്റെ ഭാര്യ അവനെ വിട്ടേച്ച് പോകേണ്ടി വന്നു. എന്ത് കാരണമെന്നൊന്നും ഇവിടെ വിശദമായിട്ട് തന്നിട്ടില്ല. പക്ഷേ ഇതിന് കാരണം അവൻ്റെ മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഇതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു പെണ്ണുങ്ങളെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല, ആണുങ്ങളെ മാത്രം കുറ്റം പറയത്തില്ല. ഇത് ഓരോ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കേണ്ടിയ കാര്യങ്ങളാണ്. ഓക്കെ, ഒട്ടുമൊത്തമായിട്ട് പെണ്ണുങ്ങളെല്ലാം മോശം, അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം പാവം, അവരെല്ലാം നല്ലവർ, അങ്ങനെ ഞാൻ പറയുകയില്ല. അതേപോലെ ആണുങ്ങളെല്ലാം മോശം എന്നും ഞാൻ പറയുകയില്ല. എന്താ വെച്ചാൽ എത്രയോ ആണുങ്ങൾ മനപ്രയാസം വെളി പറയാതെ വെച്ച് അനുഭവിച്ചുകൊണ്ട് കുടുംബം നടത്തുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അതാണ്. അപ്പം ഇയാൾക്ക് എന്തുകൊണ്ട് ഭാര്യ എന്നെ വിട്ടേച്ച് പോകും, നമുക്ക് ഡൈവേഴ്സിന് പോകേണ്ടി വരും, ഇവളെ എന്നെ നോക്കത്തില്ല, ഇവളെ എന്നെ കളയും, ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് അപ്പം തൊട്ടേ മനസ്സിലൊരു സംശയം. അത് ചിലപ്പോൾ അയാൾക്കുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഈ ഡൈവേഴ്സിന് അയാളുടെ മനസ്സിൽ ആദ്യം ആ വിത്ത് ഇട്ടു. അത് കിളിച്ച് വലുതായി ഒടുക്കം എന്തുവായി, അവനെ വിട്ടിട്ട് ഹിസ് വൈഫ് ലെഫ്റ്റ് ഹോം, വീട് വിട്ടിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്.
അപ്പം അങ്ങേര് എന്ത് വിചാരിച്ച് പേടിച്ചോ, ഇവളെന്നെ കളഞ്ഞിട്ട് പോകും, ഇവളെ ശരിയാവത്തില്ല, ഇവളെന്നെ വിട്ടിട്ട് പോകും. അത് ചിലപ്പോൾ അങ്ങേരുടെ പുറത്തുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കാം, ഞാൻ അവൾക്ക് ഏറ്റ ആളല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം, പല പല കാരണങ്ങളുണ്ട്. എന്തുവാണോ അങ്ങനെ അങ്ങേര് വിചാരിച്ചത് അതുപോലെ നടന്നു. സോ ഡൈവേഴ്സ് ബിഗിൻസ് ഇൻ ദ മൈൻഡ്. മനസ്സിലാണ് അത് ആദ്യമായിട്ട് അതിൻ്റെ വിത്ത് കയറുന്നത്. അതേപോലെ ചില ബന്ധങ്ങളിൽ ഈ ഭാര്യ സദാ ഇങ്ങനെ നാഗിങ് വൈഫായിരിക്കാം. നാഗിങ് വൈഫ് എന്ന് വെച്ചാൽ എനിക്കത് വേണം, ഇത് വേണം, എനിക്കത് ശരിയില്ല, ഇത് ശരിയില്ല, എപ്പോഴും ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം അവർക്ക് വേണ്ടിയ അളവ് ആ സ്ത്രീക്ക് സ്നേഹം കിട്ടുന്നില്ല. അപ്പം ഈ കൊച്ചു പിള്ളേരെല്ലാം ഉണ്ടല്ലോ, നമ്മൾ കൊച്ചു പിള്ളേരെ മൈൻഡ് ചെയ്യാതിരുന്നാലേ, കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാലേ വേണമെന്നേ കരയും, വേണമെന്നേ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കാണിക്കും, ഷാഢ്യം കാണിക്കും. എന്താ വെച്ചാൽ നമ്മുടെ അറ്റൻഷൻ അവരുടെ അടുത്ത് പോകണം എന്നുള്ളതാണ്. അതുപോലെ ഈ സദാസർവകാലം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാരണം അവർക്ക് ഏതോ ഒരു വിഷയത്തിൽ തൃപ്തിയില്ലാതെ ഇരിക്കുന്നു. അത് സ്നേഹത്തിനായിരിക്കാം, ദേഹരീതിയായിട്ടുള്ള ഒരു ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു ആവശ്യമായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ അവർക്ക് മേജറായിട്ട് എന്തോ ഒരു കുറവുണ്ട്. അതിനെയാണ് അവരിങ്ങനെ പല രീതിയിലും വെളി കാണിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കണം. ഇതിൽ 10 പേരെ മധ്യസ്ഥത്തിന് വിളിച്ചിട്ട് കാര്യമില്ല. അവർ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിച്ച് തീർത്ത് വയ്ക്കേണ്ടിയ പ്രോബ്ലങ്ങൾ ആണ്. ഓക്കെ. അപ്പം ഭാര്യ ചെയ്യുന്നത്, കുക്കിംഗ് ചെയ്താൽ നന്നായിട്ടുണ്ട്, ഒരു നല്ല വാക്ക് പറയുക, ഒന്ന് ഉയർത്തി പറയുക, പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക, ഇതൊക്കെ വേണം. അതൊന്ന് ഇപ്പം ഒരു ഭാര്യ എന്ത് ചെയ്താലും ചിലരുണ്ട് ഒന്നും മിണ്ടത്തില്ല, വന്നിരുന്ന് കഴിച്ചിട്ട് പോകും. ഇന്ന് നന്നായിട്ടുണ്ട്, ഒരു നല്ല വാക്ക് വായിന്ന് വരത്തില്ല. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ചിലർ കുറ്റം മാത്രം പറയും, ഉപ്പ് കൂടിയാൽ എരിവ് കൂടിയാൽ കുറ്റം പറയും, നന്നായിരുന്നാൽ നന്നായിരിക്കുമെന്ന് പറയത്തില്ല. അതൊക്കെ അവരവരുടെ നേച്ചറാണ്. അതുപോലെ തന്നെ ബ്രൂഡിങ് ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഒന്നും മിണ്ടത്തില്ല. ഭാര്യ എന്ത് നല്ലത് ചെയ്താലും ഒന്നും മിണ്ടത്തില്ല വെച്ചാൽ നല്ലതും ഇല്ല ചീത്തയും ഇല്ല. അങ്ങനെയൊക്കെ ഇരുന്നാൽ അത് ശരിയായിട്ട് വരത്തില്ല. അങ്ങനെ വരുമ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, അപ്പോൾ സൈക്കോളജിക്കലി മാനസികമായിട്ട് ഇവർക്കെല്ലാം കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് സന്തോഷമായിട്ട് സംസാരിക്കാത്തത്, വായി വിട്ട് സംസാരിക്കാത്തത്, അവനവൻ്റെ പ്രോബ്ലംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യാതിരിക്കുന്നത്. ചിലർക്കൊക്കെ അവരുടെ മേളിലേ അവർക്ക് വിശ്വാസമില്ല. എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഇവളടുത്ത് എടുത്ത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ എടുത്തു പറഞ്ഞാൽ ഇവളെങ്ങനെ എടുക്കും, അവൾ പിന്നെ നമ്മളുടെ അടുത്ത് തിരിഞ്ഞു നോക്കാതെ പോയാലോ, അങ്ങനെയൊക്കെ ഒരു പേടി. വേണ്ടാത്ത ഈ ഭയം, വേണ്ടാത്ത ഈ ചിന്തയൊക്കെ മാറ്റി വെച്ചാലേ പകുതി പ്രോബ്ലംസ് തീരും. ഓക്കെ. അതേപോലെ ഈ നാഗിങ് വൈഫ് എന്ന് പറഞ്ഞ പോലെ ബ്രൂഡിങ് ഹസ്ബൻഡ്. നാഗിങ് വൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ. ബ്രൂഡിങ് ഹസ്ബൻഡ് ഒന്നും മിണ്ടാതെ മുഖവും വീർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്വയറ്റായിട്ടിരിക്കുന്ന ഹസ്ബൻഡ്, അതും ശരിയല്ല. അതുമാത്രമല്ല ആധിപത്യം എന്ന് വെച്ചാൽ ഡോമിനേറ്റ് ചെയ്യുക. അതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. ചില വീടുകളിൽ ഇത് തമിഴിലെ ഒരു ചൊല്ലുണ്ട്, ഇങ്ങനെ ഈ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലെ ആരാണ് മേൽക്കോൽമ കാണിക്കുന്നത് എന്നുള്ളതിന് വേണ്ടി അവർ പറയും, നിങ്ങളുടെ വീട്ടിലെങ്ങനെ ചിദംബരമാണോ മധുരയാണോ എന്ന് ചോദിക്കും. ചിദംബരം എന്ന് വെച്ചാൽ ചിദംബരത്തിൽ നടരാജൻ്റെയാണ്, ചിദംബരം ശിവൻകോയിലാണ് നടരാജൻ. അപ്പോൾ ആണിൻ്റെ ആധിപത്യമാണോ
അല്ല, മധുരൈ എന്ന് വെച്ചാൽ മധുരൈ മീനാക്ഷി അമ്പലമാണ്. മധുരൈ എന്ന് വെച്ചാൽ മീനാക്ഷി അമ്മനെയെ വിചാരിക്കാനുള്ളൂ ഫസ്റ്റ്. ചിദംബരം എന്ന് പറഞ്ഞാൽ നടരാജനെയാണ് വിചാരിക്കേണ്ടത് ഫസ്റ്റ്. അതിനെയാണ് ആരാണ് നിങ്ങൾ തമ്മിൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് ഇങ്ങനെ ഒരു ചോദ്യം. ഇത് വളരെ കോമൺ ആണ് തമിഴ്നാട്ടിൽ. അതുപോലെ രണ്ടുപേരും ഡോമിനേറ്റ് ചെയ്യാതെ വിട്ടുകൊടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് അന്യോന്യമായിട്ട് ജീവിച്ചാൽ ഈ ഡിവോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം ഇദ്ദേഹം പറയുന്നത് പ്രേ ടുഗെദർ ആൻഡ് സ്റ്റേ ടുഗെദർ. ഇത് ഇവരുടെ രീതി, ക്രിസ്ത്യൻസിൻ്റെ രീതിയാണ് ഇത്. പ്രേ ടുഗെദർ ആൻഡ് സ്റ്റേ ടുഗെദർ എന്ന് വെച്ചാൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ബൈ പ്രേയിങ് ടുഗെദർ യു ക്യാൻ സ്റ്റേ ടുഗെദർ. സി, അത് ഒരു നല്ല കാര്യമാണ്. ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊക്കെ കഴിച്ച പിന്നീട് രാത്രി എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചില വീടുകളിൽ എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്ത് എല്ലാവരും കൂടെ ഇരുന്ന് ബൈബിളിലെ 2 വാക്ക് വായിച്ചിട്ട് പഠിച്ചിട്ടേ കിടക്കത്തുള്ളൂ. ആ ഒരു ഐഡിയയിലാണ് ഇദ്ദേഹം പറയുന്നത് പ്രേ ടുഗെദർ ആൻഡ് സ്റ്റേ ടുഗെദർ. അതായത് കിടക്കാൻ നേരത്തിന് മുമ്പേ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഏതെങ്കിലും ഒരു ബൈബിളൊക്കെ വായിച്ച് നല്ല വാക്കുകൾ സംസാരിച്ചിട്ട് കിടക്കണം. അതൊന്ന്. രണ്ടാമത് ഈ വഴക്ക്, ഇതാണ് എനിക്ക് പ്രേയിങ് ആൻഡ് സ്റ്റേയിങ് ടുഗെദറിനെക്കാട്ടിലും ഇദ്ദേഹം ഇനിയൊരു വാക്ക് പറയുന്നുണ്ട്. അതായത് നെവർ ക്യാരി ഓവർ ഫ്രം വൺ ഡേ ടു അനദർ. അതായത് ഇന്ന് ഒരു വഴക്കുണ്ടായാൽ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പേ തന്നെ അതിനെ സോൾവ് ചെയ്യണം. ഇങ്ങനെ മനസ്സിൽ വെച്ച് ഊതിപ്പെരിപ്പിച്ച് ഭാര്യയും ഭർത്താവും ഒരേ കട്ടിലിൽ കിടക്കുന്ന അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നതിൽ അർത്ഥമില്ല. ശരി, ഞാൻ ചെയ്തത് തെറ്റാണോ, ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ, സോറി, അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റാണ്, നീ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് എനിക്ക് ഒട്ടും എൻ്റെ മനസ്സിന് പിടിക്കുന്നില്ല, അത് ശരിയായിട്ട് വരുന്നില്ല, എനിക്കിഷ്ടമല്ല. അങ്ങനെ അവർ തമ്മിൽ പറഞ്ഞു തീർക്കണം. ഈ ഒരു ചെറിയ വഴക്കിനെ ഒരാഴ്ച 1 മാസം കൊണ്ട് നടക്കരുത്. അന്ന് 24 hours അല്ലെങ്കിൽ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ അതിനെ സെറ്ററേറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്, ഇപ്പം ഡൈനിങ് ടേബിളിലാവട്ടെ വീട്ടിലാവട്ടെ എല്ലാത്തിനും നന്ദി പറയണം. ഫോർ സ്റ്റേയിങ് ടുഗെദർ. ദൈവം ഈ ഫുഡ് തന്നതിന് നന്ദി, ഇങ്ങനത്തെ ജീവിതം തന്നതിൽ നന്ദി, അങ്ങനെയൊക്കെ നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ദൈവത്തിനോടുള്ള ഒരു കടപ്പാട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. മൂന്നാമത്, അതായത് ഹസ്ബൻഡും വൈഫും ഓൾട്ടർനേറ്റ് ഇൻ പ്രേയിങ് ഈച്ച് നൈറ്റ്. അപ്പം ഇന്ന് ഭർത്താവ് പ്രാർത്ഥിച്ചാൽ നാളെ ഭാര്യ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു കമ്പൽഷനായിട്ട് വെച്ചാൽ അത് തന്നെ അവരെ ഒരളവിന് ഒന്നിച്ച് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അന്ന് ഒരു ദിവസം വഴക്കിട്ടാൽ അന്ന് കിടക്കുന്നതിന് മുമ്പേ അതിനെ സോൾവ് ചെയ്തിരിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഡൈനിങ് ടേബിളിലും അവിടെയും ഇവിടെയും വെച്ച് നമ്മൾ വഴക്കിടാൻ പാടില്ല. കഴിക്കുമ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ, രാവിലെ ആണെങ്കിലും ശരി, ഉച്ചയ്ക്കാണെങ്കിലും ശരി, ഡിന്നർ ടൈം ആണെങ്കിലും ശരി, ഈ ഫാമിലി പ്രോബ്ലംസിനെ ഒന്നും ഡൈനിങ് ടേബിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ദൈവം നമുക്ക് തന്ന ഫുഡിന് നന്ദി പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് പോകുക. പിന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവിനും ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ അവർ രണ്ടുപേരും മാത്രം ഇരിക്കെ ഡിസ്കസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതികളുണ്ട്, ഒരുപാട് സ്ഥിതികളുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർ രണ്ടുപേരും കൂടെ ഒരു കൗൺസിലറെ പോയി കാണാൻ പറ്റത്തുള്ളൂ. അതും രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൗൺസിലറെ പോയി കാണുന്നതെന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഏതോ പോരായ്മ ഉണ്ട്, പക്ഷേ രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കണമെന്നും ഉണ്ട് എന്നുള്ളപ്പം രണ്ടുപേരും ഒന്നിച്ച് കൗൺസിലറെ പോയി നോക്കും. അല്ലെങ്കിൽ രണ്ടുപേരും 2 വിധമായിട്ടുള്ള കൗൺസിലേഴ്സിനെ പോയി നോക്കുക. അത് മിക്കവാറും ഡൈവേഴ്സിലായിരിക്കും തീരുന്നത്. ഓക്കെ, സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആൾട്ടർനേറ്റ് ആയിട്ട് പ്രേ ചെയ്യണം. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രേ ചെയ്യണം, നാളെ ഞാൻ പ്രേ ചെയ്യാം എന്നൊക്കെ പറയുമ്പം അവർക്ക് ഒരു എന്നും അവരെ ഒന്നിച്ച് വെച്ചിരിക്കാനുള്ള ഒരു മാർഗം. പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും ശരിയാവത്തില്ല. ഓക്കെ, അങ്ങനെ
അപ്പം എല്ലാ കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടി പോവുക. ഇല്ലെങ്കിൽ തീർത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വന്നാൽ അങ്ങനെ തന്നെ ഒരാൾ ഒടുക്കം വരെ ജീവിച്ച് മരിക്കണമെന്നില്ല, ഡൈവേഴ്സിന് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് എടുക്കാനുള്ള 2 പോയിൻറ്റ്സ്. ഒന്ന്, ഈ നമ്മുടെ ഉപബോധ മനസ്സിനോടുകൂടി എങ്ങനെ അതിനെ കണക്ട് ചെയ്യാമെന്നേ നമ്മൾ നോക്കാം. ബാക്കി പ്രോബ്ലംസ് പറഞ്ഞതും ബാക്കി ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങളല്ല. ഇദ്ദേഹവും പറഞ്ഞതെല്ലാം നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഇതിൽ 2 പോയിൻറ്റ്സ് ഇവിടെ നമുക്ക് എടുക്കേണ്ടത്, ഈ ബുക്കിൽ നിന്ന് എടുക്കേണ്ടത്, കല്യാണത്തിന് മുന്നേ തന്നെ നമുക്ക് എങ്ങനത്തെ ജീവിത പങ്കാളി വേണമെന്നുള്ളത് നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് വയ്ക്കുമ്പം ഉപബോധ മനസ്സ് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുക്കി അങ്ങനത്തെ ആളിനെ നമുക്ക് കൊണ്ടെത്തിക്കും. അതാണായിരുന്നാലും ശരി, പെണ്ണായിരുന്നാലും ശരി. രണ്ടാമത്, ഡൈവേഴ്സേ ചെയ്യാൻ പാടില്ല, കാലം മുച്ചൂടും നമ്മളിങ്ങനെ തന്നെ കഷ്ടപ്പെടണമെന്നും ഇല്ല. അങ്ങനെ നിങ്ങൾക്കേ ഡൗട്ട് ഡൈവേഴ്സിന് പോകാമോ വേണ്ടേ എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചില അഗ്രിമെൻറ്റ്സും എല്ലാം അവർ രണ്ടുപേർ തമ്മിൽ മാത്രം ഉണ്ടാക്കണം. ഇന്ന് വഴക്കുണ്ടായ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടേ ഉറങ്ങത്തുള്ളൂ. പിന്നെ ഇങ്ങനെ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ആണെങ്കിൽ നൈറ്റ് അവർ കിടക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുമ്പം ഇന്ന് ഭാര്യ പ്രാർത്ഥിക്കുക, നാളെ ഭർത്താവ് പ്രാർത്ഥിക്കുക, അങ്ങനെ മാറ്റി ചെയ്യുക. അതാണ് പ്രേ ടുഗെദർ ആൻഡ് സ്റ്റേ ടുഗെദർ എന്ന് ഇദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റവരടുത്തെല്ലാം കൊട്ടിക്കൊഴിക്കാതെ ആകുന്നവരെ നമ്മൾ തമ്മിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കണം. പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലറെ പോയി കാണണം. ഇല്ലയോ ഞാൻ എടുക്കാൻ പോകുന്ന ഡിസിഷൻ ശരിയാണോ എന്ന് അവനവൻ്റെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അങ്ങനെ തന്നെ ഇരുന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് ഉപബോധ മനസ്സ് തന്നെ ഒരു ആൻസർ തരും. അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്ന് ഉള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഘട്ടങ്ങളിലൊക്കെയാണ് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ കയ്യിലെടുത്ത് നമുക്ക് ഒരു വഴി നേടാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത്. വേറൊന്നുമല്ല. കല്യാണത്തിന് മുമ്പേ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറയുക, അല്ലാതെയും വേണ്ടാത്ത ഈ ചിന്തകളും അവൾ എന്നെ വിട്ട് ചോടിക്കളയുവോ, അല്ലെങ്കിൽ ഇവന് വേറെ ഏതെങ്കിലും കൊച്ചുനാളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ലവ് അഫെയർ ഉണ്ടായിരുന്നോ, ഇപ്പോഴും മനസ്സിൽ അവളെയാണോ വിചാരിക്കുന്നത്, അങ്ങനെയൊക്കെ വേണ്ടാത്ത സംശയങ്ങൾ 2 സൈഡും വരാൻ പാടില്ല. പിന്നെ തീർത്തും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വയ്യേ തീർത്തും വേണമെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ പോയി കാണുക. അവർ പറയുന്ന പോലെ നമ്മൾ കേൾക്കുക. അതിനും മുമ്പേ, കൗൺസിലറെ പോയി കാണുന്നതിന് മുമ്പേ തന്നെ നമുക്ക് നല്ല ഒരു ബോധ്യം വരണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് തന്നെ കേൾക്കാം. ഞാൻ ഇത് ഡൈവേഴ്സിന് പോകുന്നത് ശരിയാണോ, പോയാൽ എങ്ങനെയാകും എന്താ വെച്ചാൽ, ഫസ്റ്റ് മാരേജ് ഒരു ഡൈവേഴ്സ്, അതിന് പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും ബുദ്ധിമുട്ടാണ്. അതിനിടയ്ക്ക് അവർക്ക് കൊച്ചുങ്ങളുണ്ടായാൽ ആ കൊച്ചുങ്ങളെ വലിയും പിടിയും വെച്ച് ഞാൻ വെച്ചോളാം, നീ വെച്ചോളാം, 15 ദിവസം നീ വെച്ചോ, 15 ദിവസം ഞാൻ വെച്ചോ, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ രണ്ടാമത് കല്യാണം, ഉടനെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും. രണ്ടാമത് കല്യാണം തന്നെ, രണ്ടാമത് കല്യാണം കഴിച്ചാലും അത് എങ്ങനെ ഇരിക്കണമെന്ന്, നന്നായിട്ട് പോകുമെന്ന് അതിലും ഒരു ഉറപ്പില്ല. അപ്പം എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് നോക്കുക. ഇതിൽ ഒരു റൂളും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അവരവരുടെ സിറ്റുവേഷൻ എങ്ങനെയോ അതിനേറ്റ പോലെ നോക്കുക. എവിടെയൊക്കെ നോക്കുക അവിടെയൊക്കെ നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ സഹായത്തിനെ നേടുക. അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഈ 2 പോയിൻ്റാണ് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ. ബാക്കി എല്ലാ പോയിൻറ്റ്സും നമുക്ക് എല്ലാം അറിയാം. ഓക്കെ, അതല്ലേ. അപ്പം ഈ 2 പോയിൻറ്റ്സ് എവിടെയൊക്കെ നമുക്ക് ഉപബോധ മനസ്സിൻ്റെ സഹായം നേടാം, എങ്ങനെ അതുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇതിൽ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നത്. എന്നുവെച്ചാൽ ഇതുവരെ ആരും അങ്ങനൊന്നും നമുക്ക് അഡ്വൈസ് ചെയ്തിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്ന
ഒരു പാഠം. ഓക്കെ, നന്ദി, നമസ്കാരം.